ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അവിടെ കഴിച്ചോണ്ടിരുന്നത് കമ്മറ്റിക്കാർ വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് ഗാനമേള തുടങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം നമുക്കൊരു കാര്യം ആശം വരുന്നതിന് മുമ്പ് നമുക്ക് സൗണ്ട് സാധകം ചെയ്ത് നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയേക്കാം. തുടങ്ങിക്കോ. പൈപ്പ പൈപ്പമ്മ രണ്ടൊന്നല്ലേ? കറക്റ്റാണ്. കായ്ക്ക കായ്ക്ക കരി കരി ആന ആടും കൂടി എന്താ ഇവിടെ കിടന്ന് കാണിക്കണം? ഞങ്ങളൊരു സാധനം ചെയ്തതാ. സാധനം ചെയ്താ? അല്ല, സാധകം. എടാ വൃത്തികെട്ടവനെ, സാധകം ചെയ്യരുത്. സാധകം ചെയ്യുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ? അതെന്താ? എടാ സാധകം ചെയ്താ മരിച്ചു പോകും. എന്റെ അച്ഛൻ ഗാനപരദൂഷണം പത്മനാഭ ഭാഗവതൂരി മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ മരിച്ചു? ഇതുപോലെ സാധകം ചെയ്തിട്ടാ. ആ മോഹൻലാൽ ഒറ്റൊരുത്തൻ കാരണം എന്റെ അച്ഛൻ മരിച്ചു. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെ മരിച്ചു? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് പ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണം. ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. എങ്ങോട്ട്? നേരെ സിംഹത്തിന്റെ മടിയിൽ പോയി. മടിയിലല്ലോ, മടയിലല്ലേ? മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നത്. സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 കീറി. അവിടെ നിന്ന് നേരെ എണീറ്റ് ഒറ്റ ഓട്ട നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും ഗുരു മുണ്ട് മടക്കി കുത്തിട്ട് ഒറ്റ ചോദ്യ, ദക്ഷിണ വലിയ ഇരിപ്പുണ്ടോ? എന്റെ അച്ഛനല്ലേ 5 പൈസ. അവസാനം ഗുരുവിന് ദേഷ്യം കയറിയപ്പോ ഗുരു തമിഴിലൊരു ഒറ്റ ഡയലോഗ്, മനസ്സിലായ? ഇല്ല, ഒന്നും മനസ്സിലായി. മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണു. അങ്ങനെ എവിടെ ഗോളിയാറിൽ അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയില് വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ മുങ്ങിക്കും? എന്റെ അച്ഛൻ എന്നെക്കായും ബുദ്ധിയുള്ളവനാ. അച്ഛൻ എന്ത് ചെയ്ത്, ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തിയിട്ട് കാലും പൊക്കി അച്ഛൻ 1 മണിക്കൂർ അങ്ങോട്ട് നിന്ന്. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധകം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി. മോഹൻലാലിന് എന്റെ കൈ കിട്ടും, അന്ന് ഞാൻ ശരിയൊക്കെ കൊടുത്തോളാം. ഈ പരിപാടി തുടങ്ങാൻ നേരമായി. പെട്ടെന്ന് സൗണ്ട് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ലേ, ഇതെന്തോ സംഭവം? എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേറെ ചെയ്യാം. ഒരല്പം താഴണം. സാന്ന് പറയുമ്പോ യെസ് അവന്നെ. യെസ് സാ താഴട്ടെ താഴട്ടെ. പോരാ, കുറച്ചൊരു താഴണം. സാ ഇനി താണെങ്കിൽ പിക്കാസിട്ട് കുടിക്കണം. എന്റെ ദൈവമേ, കണ്ട മണ്ണുമണിക്കാരെയൊക്കെയാണല്ലോ പരിപാടിക്കുണ്ടെന്നെങ്കിൽ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ബുക്ക് ചെയ്യാൻ വരും. മണ്ടത്തരൊന്നും വിളമ്പിയേക്കരുത് കേട്ടാ. മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിന്നോളാം. കരണ്ട് വന്നിട്ട് തുടങ്ങിയോ? ആശാനെ നമസ്കാരം. നമസ്കാരം. എന്റെ പൊന്ന ആശാനെ, ആശാന്റെ ഒരു ഗാനമേള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാത്ത ഏജൻസികളില്ല. എടാ ഇവിടെ വന്ന പോരായിരുന്ന? എന്റെ ആശാനെ, ആശാന്റെ വീട്ടിൽ ചെന്നപ്പോ പിന്നെ ചേച്ചിയാ പറയുന്നേ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആശാന്റെ വലിയ ഗാനമേള ഉണ്ടെന്ന്. അടിപൊളി ഗാനമേള. ഈ ജനങ്ങളൊക്കെ വന്നിരിക്കണ്ട ഗാനമേള കേൾക്കാനായിട്ട്. ഇവരൊക്കെ ആരാ? ഇതെന്റെ ശിഷ്യന്മാരാ. ഓ അത് ശരിയാ. ഞാൻ പാടും, ഇവര് രണ്ടുപേരും ആടും. ഓ, ആട്ടം ഉണ്ടല്ലേ? പിന്നെ അതാണ് ഞങ്ങളുടെ ഗാനമേളയുടെ വെറൈറ്റി. അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, പാട്ടും ആട്ടവും കൂടെ. അതെ അതെ അതെ. പിന്നെ എങ്ങനെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താ ചിരിക്കുന്നേ? ഇന്നലെ 2 പരിപാടിയല്ലായിരുന്നോ? ഡബിളാ? ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എന്തിനു പറയണ, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം. വേണ്ട. എന്നിട്ട് രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. പിന്നെ ആശാന്റെ ഈ ഗാനമേളക്ക് നല്ല കയ്യടി കിട്ടാറുണ്ടോ? എന്റെ ഗാനമേളക്ക് കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് ഒരു പിടിയില്ല. അപ്പോഴേക്കും ബോധം പോവും. എന്താ പ്രശ്നം? ഒന്നുമില്ല, സ്നേഹം ഇടയ്ക്ക് ഇങ്ങനെ വന്നു. ആശാൻ എങ്ങനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? എടാ കാണിച്ചു കൊടുക്കടാ. കണ്ടാ കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയതാ, പങ്കായത്തിന് അടിച്ചതാ. ഞാനത് എവിടെയാ പറയും എന്റെ ആശാൻ അതല്ല,
ആശാന് ഗാനമേള കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? എനിക്ക് ഗാനമേള കൂടുതലും എന്ത് ഡോറ്? ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? ആശാൻ ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡോർ, മറ്റേത് മരത്തിന്റെ. അതെ, ആശാന്റെ ശിഷ്യൻ തന്നെ. ആശാനെ പ്ലാസ്റ്റിക്കും മരമൊന്നും അല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളൊക്കെ നടന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. എനിക്ക് കൂടുതലും ഔട്ട്ഡോർ പരിപാടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി അങ്ങോട്ട് തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. എന്താ ഈ കമ്മിറ്റിക്കാർ പിടിച്ച് പൂട്ടിയിടും, അതാണ്. ഈ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട്. ഞാൻ പറയട്ടെ, പറഞ്ഞോ. സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ കൂടി 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണാക്കുഴി ചാടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കയറിട്ട് പൈപ്പോഴി ഊർന്നിറങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 ഓടണ ആ വഴിയല്ലേ? ആശാനെ സമ്മതിക്കണം, ആ നാട്ടുകാർക്ക് പോലും ആ വഴി അത്ര പരിചയമില്ല. ആശാൻ എങ്ങനെ മനസ്സിലായത് ആ വഴി? 4 വർഷം മുമ്പ് ഒരു ഗാനമേള നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ല ഓടി രക്ഷപ്പെട്ടത്. അതെ, ഓ, അന്ന് ആശാനായിരുന്നു ആ പരിപാടി നടത്തിയതല്ലേ? എന്നെ പോലത്തെ ഒരാള്. മനസ്സിലായി. പക്ഷെ അന്ന് ആശാൻ ഇത്ര തടിയില്ലായിരുന്നു കേട്ടോ, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്രയും തടി വെച്ചത്? അത് പിന്നെ ഡെയിലി അടി കിട്ടിയ പിന്നെ നീര് വെക്കത്തില്ലേ? പള്ളിവട്ട മനുഷ്യനെ പേടിപ്പിക്കുന്ന ചോദിക്കാനുണ്ട്. ഈ തൃപ്രയാർ എന്ന് പറഞ്ഞത് മൊത്തം നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. പിന്നെ എനിക്കറിയാൻ അറിയാലോ അല്ലേ? പിന്നെ അത് ആശാന് ശരിക്കും ബോധ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതുതായ ഹിറ്റ് പാട്ടുകളൊക്കെ പാടണം. ഞാൻ പാടുമല്ലോ. അപ്പൊ എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഒരു ഉഗ്രം പാട്ടുണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയത്. ഏതാണ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ ഇത് ഗാനമേള തന്നെയാണ്. എന്റെ അമ്മച്ചേനെ തെറ്റിട്ട് ഇതാണ് ഗാനമേള. ഞാൻ പാടും, ഇവർ രണ്ടുപേരും. എന്റെ ആശാന് സംഗീതം എന്താണെന്ന് അറിയാമോ? സംഗീതം എന്താണെന്ന് അറിയാമോ? എടാ, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ പാടില്ല. എന്താണ്? അല്ല, എന്താണ്? ഇവിടെ അറിയില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. തെങ്ങോ? അതെ. ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കേറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കൊതുമ്പ് കോഞ്ഞാറ്റം പറിച്ച് താഴേക്ക് ഇടണം. എന്നിട്ട് 2 തേങ്ങ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ തെങ്ങേറ്റായിരുന്നു പണി. അവർക്ക് മനസ്സിലായില്ലേ? ആശാനെ, ഈ തെങ്ങി കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തെങ്ങിന്ന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. അതെ, ആശാനും ശിഷ്യന്മാര് തെങ്ങേറ്റത്തിന്റെ കാര്യം നിർത്തി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആശാനെ, ആശാൻ എന്നും പരിപാടി ഉണ്ടോ? എന്നും പരിപാടി ഉണ്ടോന്നോ? എടാ, ഇന്നൊരു പരിപാടി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ 6 ദിവസം ഞാൻ പിന്നെ പരിപാടിയേ പിടിക്കൂല. എന്താ? അതുവരെ ആശുപത്രിയിലായിരിക്കും. ആശാനെ ഇങ്ങ് വാ, കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ആശാനെ ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ പോവാണ്. ബുക്ക് ചെയ്താൽ ആശാനും ഈ ട്രൂപ്പും കൂടെ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടിക്ക് ഒരു കാറിന് അങ്ങോട്ട് വരും. തിരിച്ച് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ മതി. ആശാനെ, ഈ ചെറുപ്പക്കാരെന്ന പോലെ തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ ഞങ്ങളുടെ ദേശത്തുണ്ട്. വയസ്സായ ആളുകൾ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ സെമി ക്ലാസിക്കൽ ഗാനമായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും പാടും. ഏത് പാട്ട് വേണം? സംഗീതമേ ജീവിതം ശ്രുതി മധുര എന്താണ് കേൾക്കണത്? പിന്നെ ഇങ്ങനെയാ പാടുന്നത്? പിന്നെ എങ്ങനെയാ പാടുന്നത്? ഞാൻ പാടുന്ന കേട്ടോ. ഇല്ല, പാട്ട് പാടി ജനം തുള്ളണം, അതാണ് വേണ്ടത്. ഒന്ന് തുള്ളിച്ചേ. ഞാൻ പറഞ്ഞ പിടിച്ചോ. സംഗീതമേ ജീവിതം ശ്രുതി മധുര സംഗീതമേ ജീവിതം സംഗീതമേ ജീവിതം ശ്രുതി മധുര സംഗീതമേ ജീവിതം. എന്റെ ആശാനെ, ഇത് ഗാനമേള തന്നെയാണ്. എന്റെ അമ്മച്ചേനെ തെറ്റിട്ട് ഞാൻ പാടും, ഇവർ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഒന്നുമില്ല. പിന്നെ ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ആശാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് വീണ്ടും പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം പാടാനോ? എടാ, എന്നോടൊരു പാട്ട് 10
10 പ്രാവശ്യം പാടാൻ പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം. കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഹരിമുരളിദേവൻ പാടിക്കൊണ്ടിരിക്കുക. പാടി തീർന്നത് ഓഡിയൻസ് സെന്റിട്ട് പറയുന്നത് we want once more എന്ന് വെച്ചാ ഒരു പെഗ്ഗൂടി വേണമെന്ന്. അല്ല ഒരു 10 പ്രാവശ്യം കൂടി പാടാൻ. അങ്ങനെ ഞാൻ ആ പാട്ട് ആ സ്റ്റേജിൽ നിന്ന് 10 പ്രാവശ്യം പാടി. 10 പ്രാവശ്യം. അവസാനം ഒരുത്തൻ ചാടി എഴുന്നേറ്റ് പറയാ, ഇനി നീ ഈ പാട്ട് പാടി ശരിയാക്കിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ആശാന് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടെന്ന് വെച്ചാൽ തിരുവല്ല ഒരു ദേവീക്ഷേത്രത്തിൽ ഞാൻ ഗാനമേള നടത്തുക. ഞാൻ ഗാനമേള ഒരു ഫസ്റ്റ് ഭക്തിഗാനുണ്ട്. ഞാൻ അതങ്ങോട്ട് പാടി തീർന്നപ്പോഴേക്കും ഒരു 10-25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിലേക്ക് കയറിവിട്ട് എന്നെ എടുത്തങ്ങോട്ട് പൊക്കി. ആശാനോടുള്ള ആരാധന മൂത്തുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിന് മുമ്പിലുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ട് അങ്ങോട്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, ആ ദേവിയുടെ അനുഗ്രഹം മുഴുവൻ ആശാന് വാങ്ങിച്ചു തരാനായിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ച്, സത്യം ചെയ്യും, മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കൂല എന്നും ഈ പ്രദേശങ്ങളിലെങ്ങും ഈ ജന്മത്ത് വരൂല എന്നും പറഞ്ഞ് സത്യം ചെയ്യിച്ച് 125 ഹെക്ടേഡിച്ചു. 150 ഹെക്ടേഡ് തിരുവനന്തപുരം ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്ത് കമ്മിറ്റിക്കാർ പള്ളക്കിട്ട് കുത്തുമല്ലായിരുന്നു ആശാനെ. അപ്പൊ എന്നെ ഏത് സ്റ്റേജിൽ ഏത് ക്ഷേത്രത്തിൽ എന്നെ മണ്ണി കുഴിച്ചിട്ടത്? മണ്ണി കുഴിച്ചിട്ട് ഫിക്സ് ചെയ്ത് 135 ഏത്ത. അത് മതി, ഞാൻ പറയാനുള്ള പറയുടെ കണക്ക്. അതെ, ഇങ്ങനെ വന്നു. ഈ പള്ളിവേട്ട കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ സാധനം കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? പുള്ളിയുടെ ഒരു 50 രൂപ പോയി, ഞങ്ങളത് തപ്പുക. ആശാനെ, ഈ പൊതുവെ ഗാനമേളയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അവസാനം അടിപൊളി തമിഴ് പാട്ടാണ്. അടിപൊളി തമിഴ് പാട്ട് പാടുമല്ലോ. പാടുമല്ലോ, ഞാൻ പറയുന്ന പാട്ട് പാടിയാൽ മതി. തീർച്ചയായിട്ടും പാടും. ഒരു പാട്ടുണ്ടല്ലോ, ഏത് പാട്ടാ? സരക്ക് വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ, കറുത്ത കോഴി മുളക്. കേൾക്കണത് നീ ഈണം തെറ്റിച്ച് പാടില്ല. പാടുന്ന മര്യാദക്ക് എങ്ങനെയാ പാടുന്നത്? ജനം തുള്ളണം, അതാണ് ഗാനം. തുള്ളിച്ചേ ഞാൻ പാടുന്ന പിടിച്ചോ. സരക്ക് വെച്ചിരിക്കേ, ഇറക്കി വെച്ചിരിക്കേ, കറുത്ത കോഴി മുളക് പൊട്ട്, കറുത്ത കോഴി മുളക് പൊട്ട്, കറുത്ത് വെച്ചിരിക്കേ. ഇതാണ് ഗാനമേള. ഇതെന്ത് ഗാനമേള ഇത്? ഈ മകരവിളക്കിന്റെ മകരവിളക്കിന്റെ അന്ന് ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, ഫോട്ടോ വെച്ച് ചന്ദനത്തിരി പന്തലൊക്കെ കെട്ടി, പന്തല് ഈ ചെറിയ ജാസൊക്കെ വെച്ച് കൊട്ടി. എടാ മരമാക്രി, അതിന്റെ പേര് ജാസ് എന്നല്ല, അതാണ് ഉടുക്ക്. ജാസിന്റെ പേര് മാറ്റില്ല. അയ്യടാ ജാസ്, ഈ വക പരിപാടിയുടെ പേരാണ് ശാസ്താംപാട്ട്. മനസ്സിലായ? ഗാനമേളയുടെ പേര് മാറ്റരുത്. ഈ ഗാനമേള എനിക്ക് വേണ്ട. അങ്ങനെ പോകാൻ പറ്റേ? കൈവിട്. അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. എനിക്ക് പരിപാടി വേണ്ട. പരിപാടി വേണ്ടെങ്കിലും വേണമെങ്കിൽ അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. എനിക്ക് പരിപാടി വേണ്ട. എന്റെ അടുത്ത് ആര് വന്നിട്ടുണ്ട് അവരോട് അഡ്വാൻസ് മേടിച്ച ചരിത്രം എന്റെ അച്ഛനും അപ്പൂപ്പനൊക്കെ ഉള്ളൂ. നീ മേടിക്കുമല്ലേ? ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കും. മേടിക്കും. ഞാൻ മേടിച്ചിരിക്കും. മേടിക്കുമല്ലേ? മേടിക്കും. മേടിക്കും. സന്തോഷമായി. ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു, നീ എനിക്ക് ഫുൾ പേയ്മെന്റ് തന്നു. നീ ധൈര്യമായിട്ട് പോയിക്കോ. It takes tremendous effort. When 2 people are there, 3 people won't be there. 3 people are there, 2 people won't be there. So practicing together would have been a major task. I know for very well that they had put together a lot of effort to do for this, and they deserve a big round of applause from all of us. Thank you so much for the exceptional presentation.